4 സെൻറ്റ് സ്ഥലത്ത് 1930 സ്ക്വയർ ഫീറ്റിൽ വരുന്ന മനോഹരമായിട്ടുള്ളൊരു വീട് വരുന്നത് കുഴുവേലിപ്പടിയിലാണ്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം ഒരു 6 കിലോമീറ്റർ അകലെയായി കുഴുവേലിപ്പടിയിലാണ് ഇന്നത്തെ വീട് വരുന്നത്. എൻ്റെ പുറകിൽ കാണുന്ന ഈ വീടിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീടിൻ്റെ A to Z കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ വീണ്ടും വീടിൻ്റെ വീഡിയോയിലേക്ക് പോകാം. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കണ്ടംപററി ട്രഡീഷണൽ ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. വലിയ ഗ്ലാസ് വിൻഡോ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നതായി കാണാം. അതിന് ചുറ്റുമായിട്ട് ക്ലാഡിംഗ് ടൈലുകൾ പതിപ്പിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്തായിട്ട് A ടൈപ്പ് സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ താഴെയായിട്ട് ടെറാക്കോട്ട ടൈലുകൾ മനോഹരമായിട്ട് നൽകിയിട്ടുണ്ട്. ബോക്സ് ടൈപ്പ് എലവേഷനാണ് കൂടുതലും നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വലിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അവിടെ GI സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടുള്ള ഡിസൈൻ വർക്കും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ മതിലിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടെറാക്കോട്ട ടൈലുകളുടെ ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ചെങ്കല്ലിൻ്റെ ഡിസൈൻ വർക്ക് വരുന്നുണ്ട്. 2-way LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്ക്വയർ ടൈപ്പിൽ തന്നെയാണ് മതിൽ വരുന്നത്. കണ്ടംപററി ഡിസൈൻ്റെ ആ പാറ്റേണിനോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു മതിൽ. ഇവിടെയാണ് ഗേറ്റ്. സ്ലൈഡിങ്ങിലാണ് ഗേറ്റ് വരുന്നത്. GI ഷീറ്റും സ്ക്വയർ ട്യൂബുമാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു പെഡസ്റ്റൽ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്ക്വയർ ട്യൂബ് മാത്രം ഉപയോഗിച്ച് ചെയ്ത ഒരു ഗേറ്റാണ്. വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മുറ്റത്ത് വിരിച്ചിരിക്കുന്ന ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ്. ഇടയിലായിട്ട് സിന്തറ്റിക് ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു വാഹനം പാർക്ക് ചെയ്യാവുന്ന ഒരു കാർ പോർച്ച് ആണ് ഇവിടെ വരുന്നത്. ഒരു വലിയ കാർ മാത്രം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഈ വീട്ടിൽ നമുക്ക് ലഭ്യമാകുന്നത്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. 2 പില്ലറുകൾ ഇവിടെ ഈ കാർ പോർച്ചിൻ്റെ ഭാഗമായിട്ടും സിറ്റ് ഔട്ടിൻ്റെ ഭാഗമായിട്ടും വരുന്നുണ്ട്. ബ്ലാക്ക് കളറിലുള്ള ക്ലാഡിംഗ് ടൈലുകളാണ് അവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ 2 വീലറുകളെല്ലാം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. വടക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീടിൻ്റെ ദർശനം വരുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് കിണർ വരുന്നത്. ഈ ഭാഗം കിഴക്ക് വശമാണ്. കിഴക്ക് വടക്കേ മൂലയിൽ തന്നെയാണ് കൃത്യമായി കിണർ കൊടുത്തിരിക്കുന്നത്. 2 വശത്തും നമുക്ക് നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ഏരിയ ഈ സൈഡിലും നമുക്ക് അവൈലബിൾ ആണ്. വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു നീളത്തിലുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് മെയിൻ ഡോർ വരുന്നത്. കട്ടിളകളെല്ലാം ആഞ്ഞിലിയിലാണ് നൽകിയിരിക്കുന്നത്. ഇത് മഹാഗണിയിലുമാണ് ഡോറ് വരുന്നത്. ഡോറ് ഡയമണ്ട് ഷേപ്പിലുള്ള ഡിസൈൻ വർക്ക് ഇവിടെ വരുന്നുണ്ട്. 2 ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ലോക്കിൻ്റെ കൂടെയുള്ള ഹാൻഡിലാണ്, ഒരെണ്ണം സെപ്പറേറ്റ് ആയിട്ടുള്ള ഹാൻഡിലും നൽകിയിരിക്കുന്നത്. അപ്പോൾ വലിയൊരു ഡോറാണ്, ഒറ്റപ്പാളിയിൽ തീർത്ത മനോഹരമായിട്ടൊരു ഡോറ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഈ കാണുന്ന ലിവിങ് സ്പേസിലേക്കാണ്. നല്ല നീളത്തിലുള്ള ഒരു വലിയ ലിവിങ് സ്പേസ് ആണ് നമുക്കിവിടെ അവൈലബിൾ ആകുന്നത്. എൻ്റെ 2 സൈഡിലും നമുക്ക് ജനലുകൾ കാണാം. അതുപോലെ ഇത് ഫ്രണ്ട് ഏരിയയിൽ വരുന്ന ജനലാണ്. 3 പാളിയുള്ള ജനലാണ്. ഇതിനെല്ലാം ബോർഡർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റാണ് ഈ ഭിത്തിയിലുള്ള ഹൈലൈറ്റ്. വലിയ TV യൂണിറ്റാണ്. ഈ ഭിത്തിയിൽ നിറഞ്ഞു നിൽക്കത്തക്ക രീതിയിലുള്ള TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു മാർബിൾ ഡിസൈൻ ലാമിനേഷൻ ഷീറ്റാണ് ഈ TV വെക്കുന്ന ഭാഗത്ത് വരുന്നത്. താഴെ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ലെഡ്ജ് കൊടുത്തിരിക്കുന്നു. അവിടെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ വീടുകളുടെയൊക്കെ മച്ചുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇത് ഫോൾ സീലിംഗ് വരുന്നത്. വുഡൻ ഫിനിഷാണ് അവിടെ നൽകിയിരിക്കുന്നത്. ഈ ലിവിങ് സ്പേസിൽ നിന്ന് ഡൈനിങ് സ്പേസിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ആർക്കിഡ് ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. ഇതിന് സൈഡിലായിട്ട് നിഷകൾ പ്രൊവൈഡ് ചെയ്തിരുന്നു. അവിടെ ഐറ്റംസ് വെക്കാവുന്ന രീതിയിലുള്ള സ്പേസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ലിവിങ് സ്പേസ് പോലെ തന്നെയാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. നല്ല നീളത്തിലുള്ള ഡൈനിങ് സ്പേസ്. ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും കൂടുമ്പോൾ ഒരു L ഷേപ്പാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. അവിടെ ലൂവർ ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. 2 വശത്തും പ്രൊഫൈൽ LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 ഫേസ് കണക്ഷനാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ അതിൻ്റെ DB ബോർഡാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതിന് ബോർഡർ വർക്കും ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസിൻ്റെ അടിയിലായിട്ട് സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഇൻവേർട്ടർ വയ്ക്കാനുള്ള സ്പേസാണ് വരുന്നത്. ചെറിയ ഒരു കോർട്ട്യാർഡ് സ്പേസ് പോലത്തെ ഒരു സ്പേസ് നമുക്കിവിടെ ലഭ്യമാകുന്നുണ്ട്. ഇവിടെയാണ് വാഷ് കൗണ്ടർ വരുന്നത്. ഇവിടെ ഒരു ബോക്സ് ടൈപ്പിലാണ് വാഷ് കൗണ്ടർ ക്രമീകരിച്ചിരിക്കുന്നത്. ടേബിൾ ടോപ്പായി വരുന്നത് ഗ്രാനൈറ്റ് ആണ്. ഇവിടെ ഒരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കൊടുത്തിരിക്കുന്നത് ക്ലാഡിംഗ് ടൈലുകളാണ്. അവിടെ ഒരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിഷകളും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു.
ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത്. ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് നൽകിയിട്ടുണ്ട്. മുകൾ ഭാഗത്ത് LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2 ഹാങ്ങിങ് ലൈറ്റും ഭംഗിയിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കിച്ചണിലേക്ക് വരുമ്പോൾ ഫ്ലോറിൽ വിരിച്ചിരിക്കുന്ന മാറ്റ് ഫിനിഷുള്ള സെയിം ഡിസൈനിൽ വരുന്ന ടൈലുകളാണ്. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് വരുന്നത്. ഇവിടെ നമുക്ക് മുകളിലും താഴെയുമായിട്ട് ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിലുള്ള പ്രൊഫൈൽ ഹാൻഡിലുകളാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു കിച്ചൺ വിൻഡോ വരുന്നുണ്ട്. സിങ്ക് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അത് മാറ്റ് ഫിനിഷുള്ള ഒരു സിങ്കും നൽകിയിട്ടുണ്ട്. കിച്ചന് പുറത്തായിട്ട് നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി അവൈലബിൾ ആണ്. ഇതാണ് ആ വർക്ക് ഏരിയ സ്പേസ്. ഈ ഭാഗവും കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇവിടെയും L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് വരുന്നത്. ഇവിടെ നമുക്ക് സ്റ്റൗ വയ്ക്കാനുള്ള ഓപ്ഷനാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു വാഷ് ബേസിന് നൽകിയിട്ടുണ്ട്. ഭംഗിയിൽ തീർത്ത ഒരു കിച്ചന്, ഒരു വർക്ക് ഏരിയ. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത്. ഇപ്പോൾ ആ ബെഡ്റൂമിലാണ് നമ്മളുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. 13x12 വലിപ്പമുള്ള വലിയ ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ വലിയ വാർഡ്രോബ് വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 4 ഭാഗങ്ങളാണ് ഈ വാർഡ്രോബിൽ വരുന്നത്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൂടി ഈ വാർഡ്രോബിൻ്റെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ജനൽ മാത്രമാണ് വരുന്നത്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്ക് സൈഡിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. കോവ് ലൈറ്റിങ്ങും അവിടെ കൊടുത്തിട്ടുണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ് സൗകര്യമുള്ളതാണ്. ഇതാണ് ബാത്റൂമിൻ്റെ ഡോർ. PVC ഡോറാണ് ബാത്റൂമിന് വരുന്നത്. നമുക്ക് ബാത്റൂമിലേക്ക് വരുമ്പോൾ വൈറ്റ് കളറിൽ ഗോൾഡൻ ഫിനിഷ് വരുന്ന ടൈലുകളാണ്, വാൾ ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഗ്ലോസി ഫിനിഷിലാണ് വാൾ ടൈല്. ഈ അവസാന ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് വരുന്നത്. ഈ സെൻറ്റർ ഭാഗത്ത് ഷവർ കാണാം. നമുക്ക് നേരെ വരുമ്പോൾ തന്നെ ഒരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെപ്പുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. റേസറായി ടൈലാണ് വരുന്നത്. ഹാൻഡ് റെയിൽ വുഡിലാണ് നൽകിയിരിക്കുന്നത്. ഇത് GA സ്ക്വയർ ട്യൂബും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. അങ്ങോട്ട് പോകാം. സ്റ്റെപ്പ് കയറി വരുമ്പോൾ സ്റ്റെപ്പിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വലിയ വിൻഡോ നൽകിയിട്ടുണ്ട്. ഇത് നമുക്ക് തുറക്കാൻ പറ്റില്ല. ഇത് ഫിക്സഡാണ്. ടഫൻഡ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടും ആണ് ഇത് നൽകിയിരിക്കുന്നത്. അപ്പോൾ നല്ല സേഫ്റ്റിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു L ഷേപ്പ്, ഈ Z ടൈപ്പ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ് ആണ് ലഭ്യമാകുന്നത്. കണ്ടറിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു സ്റ്റഡി ഏരിയ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റേബിൾ ഇരിക്കാവുന്ന രീതിയിലുള്ള സ്പേസ്, ഇവിടെ ഒരു ജനലും വരുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പർ ലിവിങ് സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഭാഗത്തേക്കും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് TV യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായി കാണാം. വലിയൊരു സ്പേസ് തന്നെ TV യൂണിറ്റിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗും നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ വീട്ടിലെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് മുകളിൽ ടെറസിലേക്ക് പോകാനുള്ള ഒരു സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഗോവണി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പർ ലിവിങ് സ്പേസിൽ 2 ബെഡ്റൂമാണുള്ളത്. ആദ്യത്തെ ബെഡ്റൂം ഇതാണ്. നമുക്ക് ഈ ബെഡ്റൂം നോക്കാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള 1930 സ്ക്വയർ ഫീറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആണ് എല്ലാ ബെഡ്റൂമുകളും. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് വരുന്നത് ഇവിടെയാണ്. 3 പാളികളായിട്ടുള്ള വാർഡ്രോബ്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. വാഷ്റൂം ഇവിടെയാണ് വരുന്നത്. PVC ഡോർ തന്നെ കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് ഷെയ്ഡിലുള്ള. ഇത് നല്ല നീളത്തിലുള്ള വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്. നോക്കിയാൽ തന്നെ അറിയാം, വലിയൊരു ബാത്റൂം ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ അവസാന ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് വരുന്നത്. സെൻട്രൽ ഭാഗത്ത് ഷവർ കൊടുത്തിട്ടുണ്ട്. കയറി വരുമ്പോൾ വാഷ് ബേസിനുമാണ് നൽകിയിരിക്കുന്നത്. ഭംഗിയുള്ളൊരു ബാത്റൂം. മുകളിലത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. എല്ലാ ബെഡ്റൂമുകളും നേരത്തെ പറഞ്ഞ നല്ല വലിപ്പമുള്ളത് തന്നെയാണ്. 2 വശത്തും ജനലുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട്, ഇവിടെ ഒരു ജനൽ. ഇത് ബാൽക്കണിയുടെ പുറകുവശമാണ്. അവിടെയും ഒരു ജനൽ വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. കൂടാതെ വാർഡ്രോബ് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. കൂടാതെ ഇവിടെയാണ് വാഷ്റൂം. എല്ലാ വാഷ്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ്. 2 ഡിഫറെൻറ്റ് കളർ ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അവസാന ഭാഗത്ത് ക്ലോസറ്റാണ്. സെൻട്രൽ ഭാഗത്ത് ഷവറും വരുമ്പോൾ വാഷ് ബേസിനും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാൽക്കണി കൂടിയാണ് കാണാനുള്ളത്. ഇനി നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് ബാൽക്കണിയാണ്. ഇതാണ് ബാൽക്കണി. നല്ല നീളത്തിലുള്ള ബാൽക്കണി. ബാൽക്കണിയുടെ പാരപ്പറ്റ് ഒരുക്കിയിരിക്കുന്നത് GA സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ നമുക്ക് ലൂവർ ഡിസൈൻ പാറ്റേൺ കാണാം. അവിടെ സിലിണ്ടറിക്കൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു വീടാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. 4 സെൻറ്റ് സ്ഥലത്ത് 1930 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വീഡിയോയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്.
വീട് വരുന്നത് കുഴുവേലിപ്പടിയിലാണ്. മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു 600 മീറ്റർ മാത്രമാണ് ഈ വില്ലയിലേക്കുള്ള ദൂരം. ഏകദേശം ഒരു 10-15 വില്ലകൾ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയുള്ള ഒരു വീടാണിത്. ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്ററാണ് ദൂരം. നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഒരു 2.5 കിലോമീറ്റർ മാത്രമാണ് അകലം വരുന്നത്. എയർപോർട്ടിലേക്ക് നമുക്കൊരു 20 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരാനും പറ്റും. അപ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിച്ച ഈ വീടിൻ്റെ വില 83 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.